உனக்கென்ன வேணும் சொல்லு, உலகத்தை காட்டச் சொல்லு, புது இடம் புது மேகம் தேடி போவோமே. എൻ്റെ പേര് വിപിൻ. എൻ്റെ പേര് കൃപ. ഞങ്ങള് കൊല്ലത്തുനിന്നാണ് വരുന്നത്. കൊല്ലമാണ് സ്വദേശം. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് 6 വർഷം കഴിഞ്ഞിട്ടാണ്. 2017 കല്യാണം. അതിനുശേഷം അറൗണ്ട് ഒരു 1 ഇയർ നമ്മൾ വലിയ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ നോർമൽ രീതിയിൽ കൺസീവ് ചെയ്യാൻ നോക്കി. പക്ഷെ ഒന്നും ആവുന്നില്ലായിരുന്നു. അപ്പോൾ തൊട്ട് പിന്നെ ടെൻഷനായി. നമ്മൾ അപ്പോൾ തൊട്ട് പല ഡോക്ടേഴ്സിനെ കണ്ടു. ആദ്യമേ ഗൈനക് ഡോക്ടേഴ്സിനൊക്കെയാണ് കണ്ടത്. അപ്പോൾ അറൗണ്ട് കൊല്ലത്തുള്ള ഒരുവിധം എല്ലാ ഹോസ്പിറ്റലുകളിലും, മെയിനായിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലും കൊല്ലത്ത് നമ്മൾ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് മനസ്സിലായത് അവിടെ പോയിട്ടൊന്നും ശരിയാവുന്നില്ല. ഇൻഫെർട്ടിലിറ്റി ആയിട്ട് എന്തെങ്കിലും നോക്കണമെന്നുള്ള രീതിയിൽ പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലും പോയായിരുന്നു. നമ്മൾ യാനെക്കുറിച്ച് ആദ്യം നമ്മൾ കായംകുളം യാനെക്കുറിച്ച് പോകണമെന്ന് അങ്ങോട്ടാണ് വിചാരിച്ചത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇവിടെ കൊല്ലത്ത് അപ്പോൾ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു ഇവിടെ ഇത് നടക്കുന്നു, പാക്കേജും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. ക്യാമ്പ് മാതിരി ഉണ്ടെന്നും ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഇവിടെ ഫ്രണ്ട്ലിയാ ഇവിടെ നല്ലതായിട്ട്. പിന്നെ നമുക്ക് ഓപ്പൺ ആയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് എന്തും പറയാം. ഡോക്ടർ ആ രീതിയിൽ ഡീൽ ചെയ്തിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കും. ടെൻഷൻ ആക്കത്തില്ല. എനിക്ക് മൊത്തത്തിൽ ടെൻഷനാ. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും ഡോക്ടർ കേൾക്കും. മൊത്തം കേട്ടിട്ടാ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഡോക്ടർ സംസാരിച്ച് ഓക്കെ ആക്കുന്നത്. ഇവിടുത്തെ സ്റ്റാഫ്, ഫാർമസി, അങ്ങനെ ഏത് നോക്കിയാലും നമുക്ക് എല്ലാം പറഞ്ഞു തരും. ഒന്നും മനസ്സിലാവത്തില്ലെങ്കിലും പിന്നെ എത്ര വട്ടം വിളിച്ചാലും നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. പിന്നെ മരുന്നിൻ്റെ ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് കഴിച്ചാൽ അങ്ങനെയൊന്നുമല്ല. നമുക്ക് ഫാർമസിയിൽ നിന്ന് ഒത്തിരി സഹായം കിട്ടിയിട്ടുണ്ട്. ധൃതിയില്ല. പിന്നെ ഇവിടുത്തെ സിസ്റ്റർമാരാണെങ്കിലും ഡോക്ടറെ കാണാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ അടുത്ത് നമ്മുടെ പ്രശ്നങ്ങൾ പറയാം. ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങണ്ട. ഡോക്ടർ നമ്മൾ ഇരുത്തി വെയിറ്റ് ചെയ്ത് ചോദിച്ചിട്ടേ വിടത്തുള്ളൂ. നമുക്കൊരു ഡേറ്റ് തന്നാൽ നമ്മൾ ആ ഡേറ്റിന് വരുന്നു, ഇവിടെ വെയിറ്റ് ചെയ്യുന്നു, ഡോക്ടറെ കാണുന്നു. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ഭയങ്കര കംഫർട്ടായി. കാര്യങ്ങളെല്ലാം ഇനി തുടർന്നുള്ള ചികിത്സ എങ്ങനെയാണ്, ഇനി എങ്ങനെയാ പ്രൊസീജിയർ ഒക്കെ ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരും. വേറെ അടുത്ത് പോയെടുത്ത് മാതിരിയല്ല. വേറെ ടെൻഷൻ ആക്കും. നമ്മളിങ്ങനെ ഡോക്ടറിനെ, ഗൈനക്കിനെ ആണെങ്കിലും വേറെ ഡോക്ടറിനെ ആണെങ്കിലും കയറി കാണാൻ ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്യും. പിന്നെ അത് തന്നെ നമുക്ക് ഒത്തിരി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കയറി അവർ അകത്ത് കയറിയിട്ടും വെപ്രാളാം. അപ്പോൾ എനിക്ക് ഡോക്ടർ എന്നെ അടുത്ത് ഒരു വട്ടം സംസാരിച്ചപ്പോൾ തന്നെ ഒത്തിരി എനിക്ക് കോൺഫിഡൻറ്റ് ഒത്തിരി കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്തും പറഞ്ഞു, ഡോക്ടറെ ഞാൻ ഇവിടെ ഇനി ചെയ്തിട്ട് ഇനിയോ എൻ്റെ ഈ ബോഡി ഇനിയോ ഒരു പരിശോധനയ്ക്ക് ഞാൻ പോത്തില്ല. അങ്ങനെ അത്രയും കരഞ്ഞ് അത്രയും പറഞ്ഞ്. അപ്പോൾ ഡോക്ടറിന് കൃപ കൂളായിട്ടിരിക്കും, കുഴപ്പമില്ല. ഇപ്പം എനിക്ക് PCOS ഉണ്ട് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡോക്ടറാണ് പറയുന്നത്. ഈ ചെയ്തെടുത്ത് എല്ലാവരും പല ടെസ്റ്റ് തന്നെ ചെയ്തെങ്കിലും ആരും അതൊന്നും പറഞ്ഞ് അതിനുള്ള മെഡിസിനായിട്ടൊന്നും തന്നിട്ടില്ല. അപ്പം ധ്യാന ലാസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു ഞങ്ങളുടെ. അതെന്തായാലും സക്സസ് ആയി. ഞങ്ങളുടെ അനുഭവത്തിൽ പറയാൻ, നമ്മളൊരു 6 വർഷം ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പലയിടത്തും ചെയ്തിരുന്നു. ഒത്തിരി പൈസ പോയി. അതിന്റെ അതായത് ഞങ്ങൾ 6 വർഷം ട്രീറ്റ്മെന്റ് എടുത്തതിന്റെ അത്രയും പൈസ ഇവിടെ ചിലവായിട്ടില്ല. പിന്നെ പാക്കേജ് ഒക്കെ ഉണ്ട്. ട്രീറ്റ്മെന്റ് എടുക്കുന്നത് വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് റിസൾട്ട് അല്ലേ നോക്കുന്നത്. ഇപ്പൊ നമ്മൾ പലയിടത്തായിട്ട് ഒത്തിരി പൈസ ചെലവാക്കുന്നത് ഈ ഒരിടത്ത് വിശ്വസിച്ച് നമ്മൾ ചെലവാക്കുന്നതിൽ ഞങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഏജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പൈസ അല്ലല്ലോ കണക്ക്. അപ്പൊ നമ്മുടെ ഒരു ഏജ് ഓവർ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ശരീരം അതിനനുസരിച്ച് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ പൈസ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ ലാസ്റ്റ് സ്റ്റേജിൽ ചെന്നിട്ട് നമുക്ക് റിസൾട്ട് വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. IUI ഒക്കെ തന്നെ കൊല്ലത്തൊക്കെയുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ പോസിറ്റീവ് ആവും, ഓക്കെ ആവും, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് IUI എന്നൊക്കെ പറഞ്ഞ് ജയിച്ചു. ഇന്നൊരു പ്രൊസീജിയർ ചെയ്ത് നെക്സ്റ്റ് ഡേ അതേ സമയം തന്നെ അടുത്ത പ്രൊസീജിയർ, അത് ഇരട്ടി പൈസ വാങ്ങിയിട്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, ഇവർ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിനനുസരിച്ചുള്ള പൈസ പറഞ്ഞെല്ലാം കറക്റ്റായിട്ട് ചെയ്തു തന്നു. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ എന്താ, നമ്മുടെ ബോഡി എങ്ങനെയാണ്, പ്രൊസീജിയർ ചെയ്യുമ്പോൾ എന്താ ഇതിനകത്തും സംഭവിക്കാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് നമുക്കിത് ഇത്രയും നാളാവാഞ്ഞത്, എന്താണ് നമ്മുടെ പ്രശ്നം എന്താണ്, അതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് കൂടുതലായിട്ട് എടുത്തു. അപ്പോൾ അതുകൊണ്ട് നമുക്കതിൽ വിശ്വസിച്ച് ചെയ്യാൻ പറ്റി. അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക്. ഞങ്ങൾ പറയുന്ന എല്ലാവരും ഞാനേ വന്ന് കാണണം. എന്നുവെച്ചാൽ തസ്നിമ ഡോക്ടർ ഇവിടെ പൊയ്യാനിയിലുണ്ട്, പിന്നെ തിരുവനന്തപുരത്തും ഡോക്ടർ ഉണ്ട്. അവിടുത്തെ ഡോക്ടർമാരാണെങ്കിലും എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇങ്ങനെ ആവാതെ വർഷങ്ങളോളം, ഇപ്പോൾ ഏജ് എത്ര ആണെങ്കിലും അവർക്കൊരു ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നൊന്ന് നോക്കണം. ഒരു വട്ടമെങ്കിലും വന്ന് കൺസൾട്ട് ചെയ്ത് ഡോക്ടറിൻ്റെ കാര്യങ്ങൾ അതേപടി ഡോക്ടർ എന്തോ പറയുന്നത്, ഇപ്പോൾ ഇന്ന ഡേറ്റിന് വരണമെന്ന് പറഞ്ഞാൽ അവിടെ ആ ഡേറ്റിന് വന്ന് ആ സ്കാൻ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ടെസ്റ്റുകളാണെങ്കിൽ അതെല്ലാം ചെയ്ത് ഡോക്ടർ പറയുന്ന ഒരു കണ്ടിന്യൂ ഒരു 6 months വരെ ഒന്ന് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് നോക്കണം, ഏതൊരു പേഷ്യൻ്റ് ആണെങ്കിലും. ഡോക്ടർ കേൾക്കും നമ്മളെ.
നമ്മളെ കേൾക്കും. മെയിൻ ആയിട്ട് നമ്മളെ കേൾക്കാൻ, ഈ ഒരു ബുദ്ധിമുട്ട് കേൾക്കാൻ ഒരു ഡോക്ടർ ഏതൊരു പേഷ്യന്റിനാണ് അതാണ് വേണ്ടത്. ഇപ്പൊ നമ്മളൊരു ആദ്യമായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ വെറും മരുന്ന് തന്ന പ്രൊസീജിയർ ഒന്നും വിടുന്നില്ലല്ലോ. നമ്മുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അത് എങ്ങനെ മാറ്റാം, എങ്ങനെ മാറും, ആ കാര്യങ്ങളൊക്കെ ഡോക്ടർ നല്ല രീതിയിൽ. അപ്പൊ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ്. അതിനകത്ത് നമ്മൾ ഇത്ര സക്സസ് ആവുന്നതിന്റെ മെയിൻ ഒരു കാര്യം അതായിരുന്നു. തന താരണ തരണം തം തന താരണ തരണം തം